ബ്ലൂം ടെയിൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് കേട്ടോ. ഇതിൽ 113 പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ്സിൽ ഏത് പ്ലാന്റ് എടുത്താലും വെറും 35 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ഇതുവരെ പ്ലാന്റ്സുകൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇതൊരു സുവർണാവസരമാണ് കേട്ടോ പ്ലാന്റ്സുകൾ സ്വന്തമാക്കാൻ. ഇതിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, ലീഫി പ്ലാന്റ്സ് ഉണ്ട്, ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട്, ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ വെറൈറ്റി പ്ലാന്റ്സുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് പ്ലാന്റ്സുകൾ കാണാം. ഇത് പോയിൻസിറ്റി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ പിങ്ക് കളറും യെല്ലോ കളറ് വൈറ്റ് കളറ് 3 കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ യെല്ലോയും വൈറ്റും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ ഈ 3 പ്ലാന്റ്സും ഉണ്ടാവുക. പിങ്ക് കുറച്ച് തോനെയുണ്ട്, പക്ഷേ വൈറ്റും യെല്ലോയും കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത് കേട്ടോ. അതാണ് ലോറ പെറ്റൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ബുഷ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഇതാ ചെറിയ ഫ്രൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കുറേ പ്ലാന്റ്സുകളിൽ ഇതേപോലെ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രൂട്ടോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരിക. ഇത് ചെത്തിയുടെ പ്ലാന്റാണ്. ഇത് യെല്ലോ ഫ്ലവർ വിരിയുന്ന ഈ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് ലെൻഡാനയുടെ യെല്ലോ കളറിലുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. ഈ പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൽ ഇതേപോലെ കായ ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല സ്മെല്ലുള്ള ഫ്ലവറും ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത്. ഇത് മെലസ്റ്റോമയുടെ യെല്ലോ ഫ്ലവർ വരുന്ന പ്ലാന്റാണ്. ഇത് ഹൈഡ്രാഞ്ചിയൻ്റെ ബ്ലൂ കളറുള്ള ഫ്ലവർ വരുന്ന ഈ പ്ലാന്റാണിത്. ഇത് ഡെയ്സി എന്നറിയപ്പെടുന്ന പ്ലാന്റ്, അതിൻ്റെ പിങ്ക് കളറാണിത് കേട്ടോ. അതേപോലെ തന്നെ ഡെയ്സിയുടെ വൈറ്റ് കളറിലുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ 2 പ്ലാന്റുകളും ഇപ്പം നമുക്ക് സെയിലിന് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ലേഡി ഷൂവിൻ്റെ വേരിക്കേറ്റഡ് പ്ലാന്റാണ് കേട്ടോ. ഇത് ചെത്തിയുടെ റെഡ് കളറിലുള്ള പ്ലാന്റാണ്. ഇത് മധുമാലതി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ആര്യവേപ്പിൻ്റെ ഈ സൈസിലുള്ള ഈ പ്ലാന്റും സെയിലിന് ഇപ്പോൾ റെഡിയാണ് കേട്ടോ. ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവുന്ന നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആയ ഓട്ടുമുല്ലയാണ് കേട്ടോ ഇത്. ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ക്യാറ്റ് സ്റ്റീൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്. മുറ്റവും ഗാർഡനും ഒക്കെ നല്ല മനോഹരമാക്കാൻ പറ്റിയ പേൾഗ്രാസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇത് ക്രോട്ടൺ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ലീഫി പ്ലാന്റാണിത്. നല്ലൊരു ഔഷധിയായ കറ്റാർവാഴ എന്നറിയപ്പെടുന്ന പ്ലാന്റാണിത്. റിയോ പ്ലാന്റിൻ്റെ 3 കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും ഇത് ഗ്രീന്, ഇത് സിൽവർ കളറാണ്. ഇതിൻ്റെയൊക്കെ അടിഭാഗത്തെ കളറിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാമതായിട്ട് വരുന്ന ഇത് ഗ്രീനിൽ തന്നെ നമ്മളൊരു പിങ്ക് കളറ് ഷെയ്ഡ് ഇതിൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഈ 3 കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ആപ്പിൾ ക്രോട്ടൺ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ബ്രൂവേലിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇത് ബോവർ പ്ലാന്റിൻ്റെ വെരിക്കേറ്റഡ് പ്ലാന്റാണ്. ഇത് ക്രീപ്പറാണ്. നല്ല വൈറ്റിൽ നടുക്കൊരു പിങ്ക് പോലത്തെ കളറ് വരുന്ന ഒരു ഫ്ലവറാണ് ഇതിനുണ്ടാവുക. ഇത് ഊട്ടി ഡെയ്സിയുടെ വൈറ്റ് കളറ് ഫ്ലവർ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് ഊട്ടി ഡെയ്സിയുടെ തന്നെ പിങ്ക് കളറിലുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ 2 കളറുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലോലിപോപ്പ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതേപോലെ യെല്ലോ കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഇതിനൊന്നും അധികം പരിചരണമൊന്നും ആവശ്യം ഇല്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ ഇത്.
ഇത് നമ്മുടെ സാധാ ചെത്തിയുടെ തന്നെ പിങ്ക് കളറിൽ വരുന്ന പ്ലാന്റാണ്. കുറേ പേര് ആവശ്യപ്പെട്ട പ്ലാന്റാണ് കേട്ടോ ഇത്. ബ്ലൂ ഡേയ്സ് ഇതേപോലെ നല്ല ബ്ലൂ കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റാണിത്. നല്ല ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത്. സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇത് ജെയ്ഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഹാങ്ങിങ് മെലസ്റ്റോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമ്മളൊരു വയലറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഇതിനുണ്ടാവുക. നല്ല ഫ്ലവർ ഉണ്ടാവുന്ന ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത്. ഇത് ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാ പ്ലാന്റിലും തന്നെ ഇതേപോലെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇത് ചൈന ഡോൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുക. പ്ലാന്റ് നിറച്ചു യെല്ലോ കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന അലമാണ്ട എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഇത്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നറിയപ്പെടുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ നോർമലും വേരിഗേറ്റഡും. ഇതിൻ്റെ ലീഫിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഫ്ലവർ രണ്ടിൻ്റെയും ഒരേപോലെയായിരിക്കും. ഇതേപോലെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റാണ് മാൽപീജിയ. നല്ല ബുഷായിട്ട് നിർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. നല്ല ഫുൾ ഈ ചെടി മുഴുവനായിട്ട് ഇതേപോലെ വൈറ്റ് കളറുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. ഇത് സ്നോ റോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ ഇതേപോലെ ചെറിയ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് നിറയെ തന്നെ നമുക്ക് ഇതിൽ ഫ്ലവർ ഉണ്ടാവും. നല്ല അടിപൊളി, കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് ബോവർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് വൈറ്റ് കളറുള്ള ഫ്ലവറാണ് ഈ പ്ലാന്റിൽ ഉണ്ടാവുക. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഓക്സി ഡെയ്സി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിന് ഊട്ടി ഡെയ്സി എന്നും ചിലർ പറയാറുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ട് എന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നമുക്ക് പ്ലാന്റ്സുകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതും യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന കനേഡിയൻ കൊന്ന എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. മോൺസ്റ്ററോ ബ്രോക്കൺ ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലീഫ് കണ്ടാൽ പുഴു കടിച്ചതുപോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ് കേട്ടോ. എല്ലാ ലീഫിനും ഇതേ ഷേപ്പായിരിക്കും. നല്ല അടിപൊളി വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ബ്രൈഡൽ വൈറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത്. പാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിനോട് സാമ്യമുള്ള ഫ്ലവറാണ് ഇതിൻ്റെ. ഇത് അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് മിനിയേച്ചർ ചെത്തിയുടെ വൈറ്റ് കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ലെൻഡാന എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. അതിൻ്റെ പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇത് കനകാംബരത്തിൻ്റെ ഓറഞ്ച് കളറിലുള്ള പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഗ്രാമ്പൂ ആണ് കേട്ടോ. ഈ ഒരു മരം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഗ്രാമ്പൂ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം ജിഫി പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇതിനും വില വരുന്നത് 35 രൂപ തന്നെയാണ്. അപ്പോൾ ഇത് മില്യൻസ് ഓഫ് ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് ക്ലോറോഫൈറ്റത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് റെയിൻ ഡ്രോപ്സ് പെപ്രോമിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് സിനേറിയയുടെ സിൽവർ കളറിലുള്ള പ്ലാന്റ്. ഇത് സിനേറിയയുടെ തന്നെ ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി കാണുന്ന 3 പ്ലാന്റുകളും കലാത്തിയുടെ 3 വെറൈറ്റികളാണ്. ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ്. ഇത് എപ്പീഷ്യൻ്റെ 2 പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ 2 കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഇതേപോലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിൽ. ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന സീഗാർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇത് റിപ്സാലിസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇനി കാണുന്ന 5 പ്ലാന്റുകളും മണി പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ. ലിപ്സ്റ്റിക് എന്ന പ്ലാന്റിൻ്റെ 3 കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. റെഡ്, ഓറഞ്ച്, പിങ്ക് എന്നീ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണുള്ളത്. ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈഗർ ലിപ്സ്റ്റിക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ബേബി സൺറോസിൻ്റെ ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണ്. ഇതിൽ ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവർ ഉണ്ടാവാറുണ്ട്.
ഇനി കാണുന്നത് ഡോങ്കി ടെയിൽ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് പെട്രാന്തസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പർപ്പിള്, പിങ്ക് 2 കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് ബേബി സൺറോസിൻ്റെ വേരിക്കേറ്റഡ് പ്ലാന്റാണ്. ഇത് ക്രിസ്മസ് കാറ്റസ്. ഇതിൻ്റെ റെഡ്, വൈറ്റ്, പിങ്ക് എന്നീ കളറുകൾ അവൈലബിൾ ആണ്. ഇത് ക്രിപ്റ്റാന്തസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ 3 കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റായ വാട്ടറിഞ്ചോ നാനോക്കിൻ്റെ 3 വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്ന 3 പ്ലാന്റുകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഇത് ഹോയയുടെ 4 കളറിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെ കളറാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലീഡി ഹേർട്ടിൻ്റെ റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റ്. ഇത് മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് കാറ്റ്സ് ഗ്ലോ. ഇത് സുഗന്ധരാജ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇത് മെലസ്റ്റോമയുടെ വൈറ്റ്. ഇത് മെലസ്റ്റോമയുടെ പർപ്പിൾ കളർ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇത് രുജീനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് ഡ്രസീനിയയുടെ 4 വെറൈറ്റി കളറുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ 4 കളറുകളാണ് ഇവിടെ ഇപ്പോൾ ഈ കാണിക്കുന്നത്. 113 പ്ലാന്റ്സുകളാണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലാന്റ്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തരിക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.